സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് നടന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മൂന്നാറിൽ നിന്നും അടിമാലിയിലേക്ക് സർവീസ് ആരംഭിച്ച KSRTC ഓർഡിനറി ബസ്സിലെ ജീവനക്കാരായ മുഹമ്മദും സാബുവും വേതനമില്ലാതെയാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. വേതനമില്ലാതെ ജോലി ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയോട് ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടാണ് ഐക്യദാർഢ്യവുമായി KSRTCയുടെ 2 ജീവനക്കാർ എത്തിയത്. പദ്ധതിയുടെ ഭാഗമായി മൂന്നാറിൽ നിന്നും ആരംഭിച്ച അടിമാലിയിൽ എത്തിച്ചേർന്ന KSRTC ബസ്സിലെ ഡ്രൈവറായ സാബുവും മുഹമ്മദുമാണ് സൗജന്യ യാത്രാ ബസ്സിൽ സൗജന്യമായി ജോലി ചെയ്തത്. ശമ്പളം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ടാണ് സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തിയത്. ഞാനും നമ്മുടെ സഹപ്രവർത്തകനായ EM സാബുവും കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ സർക്കാരിൻ്റെ കൂടെ നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ഇതിൻ്റെ യാത്ര കൊടുക്കുന്ന ആ ബസ്സിൽ ഞങ്ങളുടെ സാലറി സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട്, കോർപ്പറേഷൻ ഞങ്ങൾക്ക് സാലറി തരും, പക്ഷേ ആ സാലറി ഞങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ 2 പേര് ഈ വാഹനത്തിൽ ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ളതും ഡ്യൂട്ടി ചെയ്യുന്നതും. അപ്പോൾ അത് നമ്മൾ സർക്കാരിൻ്റെ ഈ പദ്ധതിയോട് ഞങ്ങൾക്കുള്ള ഒരു ആഭിമുഖ്യം ഞങ്ങൾ പുലർത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടക്ടറായ മുഹമ്മദ് അടിമാലി മന്നാങ്കാല സ്വദേശിയും ഡ്രൈവറായ സാബു 200 ഏക്കർ സ്വദേശിയുമാണ്. ഇരുവരും വർഷങ്ങളായി KSRTC ജീവനക്കാരാണ്. സർക്കാരിന്റെ ഈ പദ്ധതി എല്ലാ സ്ത്രീകളിലും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇവർ പറയുന്നത്. മൂന്നാർ ഡിപ്പോയിൽ നിന്നുമുള്ള 26 ഓർഡിനറി ബസ്സുകൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത്. പദ്ധതി നടപ്പിലാക്കിയതിൽ ബസ്സിലെ യാത്രക്കാർക്ക് മധുരമിഠായി വിതരണം ചെയ്താണ് ഇവർ സന്തോഷം പങ്കുവച്ചത്. സിറ്റി വിഷൻ, അടിമാലി.